തലപതിയുടെ ജനനായകൻ സിനിമയ്ക്ക് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇലക്ഷനിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കണ്ടകശനിയാന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എന്തായാലും ആമസോൺ പ്രൈം 110 കോടിക്കൊക്കെയാണ് പടത്തിന്റെ OTT റൈറ്റ്സ് മേടിച്ചത്. അവർക്കും ഉണ്ടാവുമല്ലോ, കാരണം അത്രയും പൈസയ്ക്ക് പടത്തിനെ മേടിച്ചിട്ട് പടം റിലീസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ സിറ്റുവേഷൻ. എന്തായാലും ആ 110 കോടി അങ്ങ് തിരിച്ചു മേടിച്ചിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോ. എന്തായാലും അഗ്രിമെന്റ് വിഡ്രോ ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ആട് 3 സിനിമയുടെ റൺ ടൈമാണ്. മൊത്തം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ്. വലിയൊരു റൺ ടൈം തന്നെയാണ് സിനിമയെ തേടി വരാൻ പോകുന്നത്. എന്തായാലും സിനിമ വേൾഡ് വൈഡ് റിലീസ് മാർച്ച് 19 തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല സിനിമ റിലീസ്. എന്തായാലും നിലവിലെ സിറ്റുവേഷനിൽ സിനിമ GCCയിലും റിലീസ് ചെയ്യുന്നുണ്ട്. കാത്തിരിന്നെ ചെയ്യാം. നമുക്ക് എന്തായാലും പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പടത്തിന്റെ സോങ്സ് അതുപോലെ തന്നെ ഒരുപാട് ഇന്റർവ്യൂസ് കാണാൻ സാധിക്കും നമുക്ക് സോഷ്യൽ മീഡിയ വഴി. അടുത്ത അപ്ഡേറ്റ് ദുരന്തർ സിനിമേന്റെ റിവെഞ്ച് എന്ന സിനിമേന്റെ കേരളത്തിലെ പ്രീ സെയിൽ അവസ്ഥ തന്നെയാണ്. ഒരുപാട് നല്ല പെയ്ഡ് പ്രീമിയർ ഷോ മാർച്ച് 18 തീയതിക്ക് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നാളെയാണ് സിനിമേന്റെ പെയ്ഡ് പ്രീമിയർ ഷോ നടക്കുന്നത്. ഓൾമോസ്റ്റ് 65 ലക്ഷത്തിനടുത്ത് കാണാൻ സാധിക്കും. 400 ഷോസ് ഒക്കെ കാണുന്നുണ്ട് നമുക്ക് കേരളത്തിലായിട്ട് സിനിമയ്ക്ക് ഈ ഒരു പെയ്ഡ് പ്രീമിയർ ഷോന് മാർച്ച് 18 മാത്രമായിട്ട്. എന്തായാലും നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്രാവശ്യം ഒരു അടിപൊളി ഗ്രാൻഡ് റിലീസ് തന്നെയായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്ന സിനിമയുടെ 2ാം ഭാഗം. അടുത്ത അപ്ഡേറ്റ് സംഭവം അധ്യായം 1 സിനിമേൻ്റെ തന്നെയാണ്. പടത്തിന് ഓൾമോസ്റ്റ് നല്ലൊരു അടിപൊളി ഓപ്പണിംഗ് വീക്കെൻഡാണ് കാണാൻ സാധിച്ചത്. ആദ്യ ആഴ്ച സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 2,60,00,000 സിനിമ കേരളത്തിൽ മാത്രം കാണാൻ സാധിച്ചു. എന്തായാലും ഈ ഒരു ഡ്രൈ സീസൺ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നോമ്പുകാലാണെങ്കിൽ പോലും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ എത്താൻ സാധിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് 80 സ്ക്രീൻസ് നേരെ 150 സ്ക്രീനിലോട്ട് പോവുകയാണ്. എന്തായാലും നല്ലൊരു ഡിമാൻഡ് കാണുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. അടുത്ത അപ്ഡേറ്റ് പ്രകമ്പനം സിനിമേൻ്റെ OTT തന്നെയാണ്. നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ZEE5 എന്ന മലയാളം OTT പ്ലാറ്റ്ഫോമിൽ. നിലവിൽ മാർച്ച് 13-14 തീയതിക്കുള്ളിൽ തന്നെയായിരുന്നു പടത്തിൻ്റെ OTT റിലീസ് നടന്നത്. എന്തായാലും കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. കമ്മിങ് സൂൺ എന്ന പോസ്റ്ററിന് ശേഷം പിറ്റേ ദിവസം തന്നെ സിനിമ OTT റിലീസ് ചെയ്യുമായിരുന്നു. എന്തായാലും പല ഭാഷകളിലായിട്ടാണ് സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ZEE5 കാത്തിരിന്നെ ചെയ്യാം. നമുക്ക് നല്ല അഭിപ്രായങ്ങൾ കൈയിട്ട് ഇപ്പം നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയുടെ 3D പോസ്റ്റേഴ്സ് അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് പല തിയേറ്ററുകളിലുമായിട്ട്. എന്തായാലും പടത്തിൻ്റെയും ഓഫ്ലൈൻ പ്രൊമോഷൻസ് സ്റ്റാർട്ടായിരിക്കുക തന്നെയാണ്. എന്തായാലും പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആകെ പുറത്ത് വന്നൊരു സോങ് ആണ് കഴിഞ്ഞ ആഴ്ച. എന്തായാലും ഇനിയും ശക്തമായിട്ട് പ്രൊമോഷൻസ് സിനിമയ്ക്ക് ആവശ്യം തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ധനുഷിൻ്റെ 55ാമത്തെ സിനിമേൻ്റെ തന്നെയാണ്. മമ്മൂക്ക സിനിമയിൽ അങ്ങനെ ജോയിൻ ആയിരിക്കുകയാണ് സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം നിലവിൽ സെക്കൻഡ് ഷെഡ്യൂളാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ മമ്മൂക്ക ജോയിൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഷെഡ്യൂളിൽ. എന്തായാലും ധനുഷ് എന്തായാലും ഈ ഒരു സിനിമേൻ്റെ ഷൂട്ട് ഓൾമോസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവുന്നതാണ്. എന്നിട്ട് പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ 56ാമത്തെ സിനിമയിലോട്ട് ജോയിൻ ചെയ്യുന്നതാണ് മാരി സെൽവരാജായിട്ട്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ധനുഷിൻ്റെ 56ാമത്തെ സിനിമേൻ്റെ അപ്ഡേറ്റിനായിട്ടും 55ാമത്തെ സിനിമേൻ്റെ ആയിട്ടും. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ചിയാൻ വിക്രം അതുപോലെ തന്നെ ഹരീഷ് ജയരാജ് മ്യൂസിക് അതുപോലെ ഡയറക്ഷൻ അനന്ത് ശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഒരു സിനിമ വരാൻ പോവുകയാണ്. നമ്മുടെ ഇരുമുഖൻ കോംബോ തിരിച്ചു വരാൻ പോവുകയാണ്. എന്തായാലും ചിയാൻ വിക്രമിന്റെ പുതിയൊരു സിനിമ അനൗൺസ്മെന്റ് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒഫീഷ്യലായിട്ട് സിനിമയുടെ ടീം പുതിയൊരു പോസ്റ്ററിലൂടെ ഇത് കൺഫേം ചെയ്യുന്നതാണ്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഇരുമുഖൻ കോംബോനായിട്ട് ഒന്നും കൂടി. എന്തായാലും ആ ഒരു കോംബോ നമുക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ സിനിമ തന്നെയായിരുന്നത്. ഇപ്പോഴും നമ്മൾ മഴവിൽ മനോരമയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അടുത്ത സിനിമയാണ് പള്ളിച്ചട്ടമ്പി സിനിമയുടെ അപ്ഡേറ്റ്. പടത്തിന്റെ കംപ്ലീറ്റ് ഡബ്ബിംഗ് വർക്കും കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചത്തോടെ തന്നെയായിട്ട്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ഒരു ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ്. കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളുടെ വാർത്തകൾക്കായിട്ട്. നിമിഷം ഇല്ലാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിലിബ് ചാനൽ. സൗണ്ട് കുറച്ച് മോശമായത് പനി പിടിച്ചുകൊണ്ടാണെന്ന് ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.